ലോകം മുഴുവൻ വീണ്ടും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണോ നീങ്ങുന്നത്? പശ്ചിമേഷ്യയിലെ യുദ്ധം അതിന്റെ 4ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള കച്ചവടത്തിന്റെ നട്ടലൊടിക്കാൻ പോകുന്ന ഒരു ഭീഷണിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിന് ശേഷം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ മറ്റൊരു തന്ത്രപ്രധാനമായ കടൽപാത കൂടി പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതെ, ചെങ്കടലിന്റെ റെഡ് സീയുടെ പ്രവേശന കവാടമായ ബാബൽ മൻഡബ് സ്ട്രീറ്റ് കൂടി തങ്ങളുടെ സഖ്യകക്ഷികളായ യമനിലെ ഹൂതികളെ ഉപയോഗിച്ച് പൂട്ടുമെന്നാണ് ഇറാൻ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ അമേരിക്കയുമായി നടത്തിവന്ന എല്ലാ സമാധാന ചർച്ചകളിൽ നിന്നും ഇറാൻ പിന്മാറിയിട്ടുണ്ട്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഒറ്റയടിക്ക് 5 മുതൽ 7% വരെയാണ് ഉയർന്നത്. എന്താണ് ഈ രണ്ട് കടൽപാതകളുടെ പ്രാധാന്യം? ഇറാനിന്റെ ഈ നീക്കം നമ്മുടെ നിത്യജീവിതത്തെയും പെട്രോൾ വിലയെയും എങ്ങനെയാണ് ബാധിക്കുന്നത് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷമായി സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രത്യേക MOU കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഈ കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം ഇസ്രായേൽ ലെബനനിലെ ബെയ്റൂട്ടിൽ വീണ്ടും കടുത്ത ആക്രമണം നടത്തി. ഇതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കിയത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ എല്ലാ ഫ്രണ്ടുകൾക്കും ബാധകമാണ് എന്നാണ്. അതായത് ലെബനനിലോ ഗാസയിലോ ആക്രമണം നടത്തിയാൽ ചർച്ച മുന്നോട്ട് പോകില്ല. ഇസ്രായേൽ ലെബനൻ വിടാതെ ഇനി അമേരിക്കയുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്ന് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നം വഴി വ്യക്തമാക്കി. എന്നാൽ ഇതിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് വളരെ വിചിത്രമായിട്ടാണ്. ചർച്ചകൾ പൊളിഞ്ഞാൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കടുംപിടുത്തമാണ് ഇപ്പോൾ ലോകത്തെ വലിയൊരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഇറാന്റെ ഭീഷണി മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് കടൽപാതകൾ എവിടെയാണെന്ന് നമ്മൾ അറിയണം. പെർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്. ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഇത് ഇതിനകം തന്നെ പ്രതിസന്ധിയിലാണ്. കൂടാതെ അമേരിക്ക ഇറാനെതിരെ ഒരു നേവൽ ബ്ലോക്കേഡ്, നാവിക ഉപരോധം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലേക്കാണ് ഇറാൻ തങ്ങളുടെ പ്ലാൻ ബി പുറത്തെടുക്കുന്നത്. യമന്റെ തീരത്തുള്ള ചെങ്കടലിന്റെ ഗൾഫ് ഓഫ് ഏഡനുമായി ബന്ധിപ്പിക്കുന്ന ചെറിയൊരു കടൽപാതയാണ് ബാബൽ മൻഡബ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. വെറും 29 കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ വീതി. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന വിഖ്യാതമായ സ്യൂവസ് കനാലിലേക്ക് കപ്പലുകൾക്ക് പോകണമെങ്കിൽ ഈ ബാബൽ മൻഡബ് വഴി കടന്നുപോയേ തീരൂ. ഇറാൻ തങ്ങളുടെ സഖ്യകക്ഷികളായ യമനിലെ ഹൂതികൾ, ലെബനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ പോരാളികൾ എന്നിവരടങ്ങുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഉപയോഗിച്ച് ഈ വഴി കൂടി പൂർണ്ണമായിട്ട് അടയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും പേടിക്കേണ്ട കാര്യം. ഈ രണ്ട് വഴികളും ഒരേ സമയം അടയ്ക്കപ്പെട്ടാൽ ലോകത്തെ കപ്പൽ ഗതാഗതവും ഇന്ധന വിതരണവും പൂർണ്ണമായിട്ടും സ്തംഭിക്കും. പ്രതിദിനം 4 മുതൽ 6 മില്യൺ ബാരൽ ഓയിലാണ് ബാബൽ മൻഡബ് വഴി മാത്രം കടന്നു പോകുന്നത്. നിലവിൽ ഈ വാർത്ത വന്നതോടെ രാജ്യാന്തര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $95 മുകളിലേക്ക് കുതിച്ചുയർന്നു. സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഭീഷണി യാഥാർത്ഥ്യമായാൽ ഓയിൽ വില മുൻപ് രേഖപ്പെടുത്തിയ റെക്കോർഡ് വിലയായ $138 കടന്ന് മുന്നോട്ട് പോകുമെന്നാണ്. കപ്പലുകൾക്ക് ആഫ്രിക്ക ചുറ്റി വരേണ്ടി വരുന്നതോടെ സാധാരണ സാധനങ്ങളുടെ സപ്ലൈ ചെയിൻ തകിടം മറിയും. കപ്പൽ കൂലി വർദ്ധിക്കും. ഇത് ലോകമെമ്പാടും കടുത്ത വിലക്കയറ്റത്തിനും ഇൻഫ്ലേഷനും കാരണമാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ സമയമാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണയുടെ വലിയൊരു പങ്കും വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. ഓയിൽ വില $95 മുകളിൽ തുടരുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെയും രാജ്യത്തെ വിലക്കയറ്റത്തെയും ദോഷകരമായിട്ട് ബാധിക്കും. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ ട്രംപ് ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഒരു വശത്ത് സ്വന്തം കസേര കാക്കാൻ യുദ്ധം തുടരുന്ന ഇസ്രായേലും, മറുവശത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഇറാനും. നയതന്ത്ര ചർച്ചകളിൽ നിന്ന് പിന്മാറുന്ന ട്രംപും പശ്ചിമേഷ്യ ഒരു വലിയ ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.